ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കുറേ ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കണ്ടൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ ഒരു തട്ടിക്കൂട്ട് കണ്ടൻറ്റ് ഇടാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല. കുറച്ച് ആൾക്കാരെ ലൈക്സും കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സും കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല. നല്ലത് എന്തെങ്കിലും, അതായത് ഞങ്ങൾക്ക് നല്ലത് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കൊള്ളണമെന്നില്ല, പക്ഷേ ഒരുവിധം നല്ലൊരു കണ്ടൻറ്റ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ഇടൂ എന്നുള്ളത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്. ഒരു ഫാമിലി വ്ളോഗേഴ്സാണെന്ന് കരുതിയിട്ട് അങ്ങനെ കുറേ പരിപാടികൾ ചെയ്യണമെന്ന് ഉള്ള ആഗ്രഹമൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു കണ്ടൻ്റായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക്, അതായത് കോഴിക്കോട് നമ്മുടെ സരോവരം ബയോ പാർക്കിൻ്റെ അടുത്തുള്ളൊരു ഒഴിഞ്ഞ പറമ്പുണ്ട്. അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ കടൽ മത്സ്യങ്ങളുടെയും കടലിലെ അടിത്തട്ടുകളിലുള്ള മത്സ്യങ്ങളുടെയും അതുപോലെ തന്നെ ഈ പക്ഷി മൃഗാദികളുടെയൊക്കെ ഒരു ചെറിയൊരു എക്സിബിഷൻ. അതായത് നമ്മളധികം കാണാത്ത പക്ഷികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ മൃഗങ്ങളും, അതായത് വലിയ വലിയ സിംഹം, പുലി, കടുവയൊന്നുമല്ല, അതിനൊന്നും പ്രദർശിക്കാൻ പാടില്ല എന്നാണല്ലോ അല്ലേ. അപ്പോൾ ഈ ചെറിയ അതായത് നമ്മുടെ നാട്ടിലല്ല, ആഫ്രിക്ക, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഈ അണ്ണാൻ, അതുപോലെ തന്നെ നമ്മുടെ ഇഗ്വാന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ ലവ് ബേർഡ്സ്, അങ്ങനെയുള്ള കുറേ പരിപാടികളാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഈ തമ്പനയിലിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മത്സ്യകന്യകളെ പറ്റിയിട്ട്. മത്സ്യകന്യകളുടെ ഒരു പ്രദർശനം, അതൊക്കെ മനുഷ്യർ തന്നെയാണ് കേട്ടോ. മത്സ്യകന്യക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ സങ്കല്പ ലോകത്തിലുള്ള സാധനങ്ങളാണല്ലോ ഈ മത്സ്യകന്യകനൊക്കെ. അപ്പോൾ അത്തരം പരിപാടികളൊക്കെ ഉണ്ട്. അതായത് ഈ പരസ്യത്തിൽ കാണുന്ന മാതിരി, അതായത് കോഴിക്കോട് ഞാൻ പറഞ്ഞല്ലോ സരോവര ഇതിൻ്റെ പരസ്യം ഇവിടെ ചാനൽസിലൊക്കെ, ലോക്കൽ ചാനൽസിലൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അതേമാതിരിയുള്ള പരസ്യത്തിൽ കാണുന്ന മാതിരിയുള്ള ഗംഭീര പരിപാടിയൊന്നുമല്ല, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അങ്ങോട്ട് കയറി. പക്ഷേ മീനിൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കാഴ്ചയ്ക്ക് നല്ല വിരുന്ന് തന്നെയാണ് ഈ പരിപാടി. അത് ഞങ്ങൾ 3 പേരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ ആയി ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കുന്നത്, എനിക്ക് പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുടങ്ങിയ സമയം മുതലേ വരണം എന്ന് വിചാരിച്ചാണ്. കാരണം നിങ്ങൾക്കറിയാലോ, ഞാനൊരു പെയിൻറ്ററാണ്. അപ്പോൾ ഈ സമയത്ത്, അതായത് ഈ ഉഷ്ണകാലത്ത് ഭയങ്കര തിരക്കായിരിക്കും. ബാക്കിയുള്ള സമയത്തൊക്കെ ചൊറിയും കുത്തി വീട്ടിലിരിക്കുകയാണെങ്കിലും ഉഷ്ണകാലത്ത് നല്ല തിരക്കായിരിക്കും. അപ്പോൾ മിക്കവാറും ജോലി കഴിയുന്നതൊക്കെ 7, 7:30, 8 മണി ആ സമയത്തൊക്കെയാണ്. അപ്പോൾ മോനെയും അവളെയും കൂട്ടിയിട്ട് ഇവിടെ വരാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വരാൻ വേണ്ടി വൈകിപ്പോയത്. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഞങ്ങൾ സമയം ഉണ്ടാക്കി ഇങ്ങനെ വെള്ളം വന്ന 2 ദിവസം മുന്നത്തെ വീഡിയോ കേട്ടോ. അത് എഡിറ്റ് ചെയ്ത് വിടാനും കുറച്ച് ലേറ്റായിപ്പോയി, സോറി, അതിനാദ്യം ക്ഷമിക്കുന്നു. അപ്പോൾ കുറച്ച് ഡിലേ ആയിപ്പോയി, അതിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾ കാണാം, ഇനി ആദ്യം ഈ പക്ഷികളുടെയും ഈ മൃഗങ്ങളുടെ വീഡിയോസാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ല നല്ല പക്ഷികളല്ലേ, നല്ല ഭംഗിയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതുപോലെ അത് കഴിഞ്ഞാൽ കുറച്ച് മീനിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വഴിയെ കാണാം കേട്ടോ. ആദ്യം നിങ്ങൾ ഇതൊന്ന് കണ്ട് എൻജോയ് ചെയ്യും കേട്ടോ. നല്ല നല്ല പരിപാടികളാണ്. ഇനിയിതാ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലേ, മീനിൻ്റെ പരിപാടികളാണ്. ഒരുപാട് മത്സ്യങ്ങൾ. എനിക്ക് സത്യം പറയാം, അത്ഭുതം കൊണ്ട് കണ്ണു തള്ളി പോയിട്ടുണ്ട്. ഒരുപാട് പരിപാടികൾ. പിന്നെ അതുപോലെ തന്നെ ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കും എൻ്റെ വൈഫിനും എൻ്റെ മോനും കുഞ്ഞാണല്ലോ, അപ്പോൾ അവന് ഓൾമോസ്റ്റ് അത് ആദ്യമായിട്ട് തന്നെയാണ്. അപ്പോൾ ഭയങ്കര ഒരു സംഭവമായിരുന്നു അത്. ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ഇത് കണ്ടവർക്ക്, ഇത് മുന്നേ കണ്ടവർക്കും ഇത് ഇങ്ങനെ എൻജോയ് ചെയ്തവർക്കൊന്നും ഇതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞങ്ങൾക്കത് ഭയങ്കര സംഭവം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഈ ടണലിനുള്ളിൽ കൂടെ പോകുന്ന പരിപാടികൾ. ഈ ടണലിനുള്ളിൽ കൂടെ പോകുമ്പോൾ നമുക്കൊരു കാഴ്ചയ്ക്ക് വിരുന്നാണേലും ഒരു വല്ലാത്ത ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു പരിപാടി ഉണ്ടായി. അത് ഞാൻ വഴിയേ പറയാം. നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണും കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. അത്തരം കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം.
ഇതാണ് ഞാൻ പറഞ്ഞത്, അതായത് മത്സ്യകന്യകൻ. അതായത് ഈ നമ്മുടെ സ്വിം സൂട്ടും അതുപോലത്തെ ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചിട്ട് ഒരു രണ്ടാൾക്കാർ അതിലെങ്ങനെ പോകുന്നുണ്ട്. ഞാൻ അവരുടെ ഈ സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ അതിനെപ്പറ്റി ഞാനും വൈഫോട് സംസാരിക്കേണ്ടായി. കാരണം അദ്ദേഹം ഇങ്ങനെ ഈ കൈകൊണ്ട് ഇങ്ങനെ നമ്മളെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് പൈസ കിട്ടുന്ന പരിപാടിയൊക്കെ തന്നെയാണ്, അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും അയാളുടെ കൈയൊക്കെ കണ്ട ഫുള്ള് ഇങ്ങനെ വെള്ളത്തിൽ കുറേ നേരം കിടന്നിട്ടേ ഈ കൈയൊക്കെ ഇങ്ങനെ വെളുത്തിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇതായി മത്സ്യകന്യകയൊക്കെ. അപ്പോൾ എത്ര നേരം അവരിങ്ങനെ കിടക്കുക. മത്സ്യകന്യകയുടെ കാര്യം പറയും, ഇതാണ് മത്സ്യകന്യക. ഇവരുടെ കാര്യം പറയുമ്പോൾ ഇവർക്ക് ഈ ഓക്സിജൻ മാസ്ക് പോലും ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. എന്നിട്ട് അവരിങ്ങനെ ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ നമ്മളെ എൻജോയ് ചെയ്യാൻ വേണ്ടി നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിലിങ്ങനെ നീന്തി തുടിച്ചിട്ട് മുകളിൽ പോയിട്ട് കുറേ നേരം അവർ ബ്രീത്ത് എടുക്കും. പിന്നെ തിരിച്ചു വരും. പിന്നെ തിരിച്ചു വന്നിട്ടാണ് നമ്മൾ ഇതേമാതിരി അപ്പുറത്തേക്ക് പോയി പിന്നെ അതേമാതിരി മുകളിൽ കുറേ നേരം നിൽക്കും. ഇത് ഒരുപാട് നേരം ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇവർ. ഷിഫ്റ്റായിരിക്കും, എന്നാലും ഒരാളെ തന്നെ മണിക്കൂറുകളോളം ഇങ്ങനെ ചെയ്യണം. എന്നിട്ടാണ് അടുത്ത ആൾ വരിക. ഇത് രാവിലെ അതായത് ഏകദേശം ഒരു ഉച്ചയ്ക്ക് തുടങ്ങുന്ന പരിപാടിയല്ല. അങ്ങനെ ഷിഫ്റ്റാണെങ്കിലും ഭയങ്കര പരിപാടി തന്നെയല്ലേ, ഭയങ്കര ഒരു മെനക്കെട്ട പരിപാടി തന്നെയല്ലേ. അപ്പോൾ അത് ആലോചിച്ചപ്പോൾ അത് കണ്ടല്ലേ നിങ്ങൾ, ഇങ്ങനെ ആ പുള്ളിക്കാരി ഇങ്ങനെ അകത്ത് ഇപ്പോൾ ടാങ്കിനകത്താണ് ഉള്ളത്. അതായത് മാസ്ക് ഈ കണ്ണട ധരിച്ചിട്ടുണ്ട്, അതായത് വെള്ളത്തിനുള്ളിൽ പോകും. പക്ഷേ മാസ്ക് ഇല്ല, ഓക്സിജൻ മാസ്ക് ഇല്ല. അപ്പോൾ അങ്ങനെ കുറേ നേരം നിന്ന് കുറച്ച് നേരം ഇതെടുത്തിട്ട് കണ്ടോ നേരം മുകളിലോട്ട് കയറി. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സങ്കടം. പറയുമ്പോൾ ഇപ്പറേ അവർ ചുമ്മാതല്ലല്ലോ, പൈസയ്ക്കാണല്ലോ എന്ന് പറയാം. എന്നാലും അതൊരു സങ്കടം തന്നെയാണ് ആലോചിക്കുമ്പോൾ. ഇനിയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു പരിപാടി ഉണ്ടായത്. അതായത് ഈ ടണൽ ഇതുവരെ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഇനി ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടക്കുന്നത്. ടണലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ചുറ്റും മുകളിലേക്കും സൈഡിലൊക്കെ ഇങ്ങനെ നമ്മൾ നടക്കുന്ന ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ സൈഡിലും ഇങ്ങനെ ഈ ഗ്ലാസിൻ്റെ ടണലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ശരിക്കും നമ്മൾ കടലടിത്തിട്ട് കൂടെ പോകുന്ന ഒരു പ്രതീതിയാണ് നമുക്ക്. നമ്മുടെ മേത്ത് വെള്ളം ഇല്ലയെന്നേ ഉള്ളൂ, നമുക്കിങ്ങനെ എല്ലാം അടിയിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് നമ്മൾ ടി വിയിലൊക്കെ ഇങ്ങനെ കാണുന്ന മാതിരി തൊട്ടടുത്ത് ഇങ്ങനെ മത്സ്യങ്ങളെ കാണാം. ടി വിയിലാകുമ്പോൾ ഇത്ര എക്സ്പീരിയൻസ് നമുക്ക് കിട്ടില്ലല്ലോ. ഭയങ്കര ഒരു പരിപാടിയായിരുന്നു. ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും കുറേ ആയിട്ട് ഇത് നടക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു വമ്പൻ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് മീനുകളുടെ ഒരുപാട്, അതുപോലെ ഈ നമ്മുടെ പിരാനേനൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങളിവിടെ. ഒക്കെ ഓരോന്ന് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത്ര മത്സ്യങ്ങളാണെന്നൊക്കെ ഉള്ള. അങ്ങനെയാണ്, അല്ലാതെ മത്സ്യങ്ങളെ കണ്ടാലൊന്നും ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ആൾക്കാരൊന്നുമല്ല. അതായത് മത്സ്യങ്ങളെ വളർത്തി അങ്ങനെ ഇതാക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. പിന്നെ എന്തോ ഒരു സാധനമല്ല, ഈ ദിനോസറിൻ്റെ കാലത്തുള്ള മത്സ്യങ്ങളായിരുന്നു എന്നൊക്കെ പറയുന്ന അതിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട കുറേ മത്സ്യങ്ങൾ ഭയങ്കര വലുതായിട്ടുള്ള അതൊക്കെ കാണാൻ പറ്റി. ഒപ്പം ഞാൻ പറഞ്ഞില്ല പിരാന, അങ്ങനെയുള്ള ഒരുപാട് മത്സ്യങ്ങളുടെ ഇടയിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അവസാന സമയത്ത് സ്റ്റാർ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, ഭയങ്കര സംഭവമായിരുന്നു.
അപ്പോൾ ഏകദേശം നമ്മുടെ ഈ മത്സ്യങ്ങളുടെ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവരുടെ സ്റ്റാളുകളാണ്. സ്റ്റാള് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റാളുകളുടെ ചുറ്റി പോകുന്നത് ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് സ്റ്റാളുകൾ. പക്ഷേ എനിക്ക് തോന്നിയത് നമ്മളിവിടെ എൻട്രി ഫീസായിട്ട് നമുക്ക് 120 രൂപയാണ്. അത് കുറച്ച് കൂടുതലായിട്ട് തോന്നി. എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് കൂടുതലാണ് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ സ്റ്റാളുകളുടെ കാര്യം, സ്റ്റാളിൽ നിന്നൊന്നും ഒരു സാധനം അറിയുന്ന ആരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ചെയ്യാം. പക്ഷേ ഒരു സാധനത്തിനും വില കുറവില്ല. കാരണം ഇത്തരം സാധനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വാങ്ങുന്നതാണ് പുറത്തുനിന്ന്. ചെറുതായാലും കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, ഇതിനൊക്കെ വമ്പം വിലയാണ് ഇപ്പോൾ സ്റ്റാളിൽ. എനിക്ക് തോന്നുന്നു ചെറിയ സാധനങ്ങൾക്ക് വരെ ഒരു 10 രൂപ 20 രൂപയുടെ കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഈ പുളിമുട്ടായിയൊക്കെ നമുക്ക് ഇവിടെ 20 രൂപയുടെ ഒരു ഡപ്പ കിട്ടുന്നുണ്ട്. ഇവിടെ പോയാൽ 30-40 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതൊരു 10-15 എണ്ണേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ആ പൈസയൊക്കെയാണ്. പിന്നെ നമ്മൾ ഒരുപാട് കഴിഞ്ഞ് നമ്മളിവിടെ സ്റ്റാളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കോളിഫ്ലവറിൻ്റെ അതൊന്നും കഴിക്കണമെന്ന് വിചാരിച്ചല്ല. അവസാനം അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ 8-8:30 പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന ഗംഭീര മഴ. ഞങ്ങളാണ് കോട്ടും എടുത്തിട്ടില്ല. അവസാനം 11 മണിയായപ്പോൾ വൈഫ് പറഞ്ഞു മോനിങ്ങനെ തീരെ ഉറക്കം വരുന്നുണ്ട്, നമുക്ക് പോവാം കേട്ടോ, എങ്ങനെയെങ്കിലും പോകാറ്. അങ്ങനെ അവസാനം ജസ്റ്റ് കവറും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് മൂടി ഞങ്ങൾ പോയി. അങ്ങനെ ഞങ്ങൾ ചെലവൂരെത്തി. ഞങ്ങളുടെ നാട്ടിലെത്തിയപ്പോൾ ഭക്ഷണം വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി ഉണ്ടാക്കാൻ നേരമില്ലല്ലോ. പക്ഷേ അവിടുന്ന് ഒരു ദൈവദൂതനെ പോലെ ഒരാൾ ഞങ്ങളെ മോന് ഒരു കോട്ട് തന്ന് അതിട്ടിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ്. മനുഷ്യത്വം മരിച്ചിട്ടില്ല കൂട്ടുകാരെ. അപ്പോൾ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നി. കാരണം അവൻ്റെ കാര്യം കണ്ടിട്ട് അയാളുടെ കോട്ട് ഊരിങ്ങോട്ട് തരികയായിരുന്നു. ഞാൻ കുറേ വേണ്ടാന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു വേണ്ട, ഇത് ഞാൻ പറഞ്ഞില്ല, അവൻ നനയുന്നില്ല, ഞങ്ങളിങ്ങനെ കവറുകൊണ്ട് മൂടിയിട്ടുണ്ട്, അത് വേണ്ട, നിങ്ങൾ ഈ കോട്ട് എടുത്തു, ഞാൻ പിന്നെ വന്ന് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. ഇപ്പം 3-4 ദിവസമായി അയാൾ ഇതുവരെ വന്നിട്ടില്ല. എന്തോ ഒരു ദൈവം അയച്ച പോലെ തോന്നി. ഓക്കെ കൂട്ടുകാരെ, ബൈ. അടുത്ത വീഡിയോ കാണാം കേട്ടോ.